ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പുതിയൊരു ഹെയർ ഡൈ അപ്ലൈ ചെയ്യാൻ പോവാണ്. എൻ്റെ മുടിയൊക്കെ ഒത്തിരി അങ്ങ് നരച്ച്. അപ്പം പുതിയൊരു ഹെയർ ഡൈ ആദ്യമായിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഷോർട്ട് സ്കോഫിൻ്റെ സിംപ്ലി കളർ 0% അമോണിയ സിലിക്കോൺ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിൽ കെമിക്കൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇപ്പം ഒട്ടുമിക്ക ഹെയർ ഡൈസിലും കെമിക്കൽസൊക്കെ കാണും, ഇല്ലയെന്ന് എത്ര പറഞ്ഞാലും കാണും. പിന്നെ ഒരു ഹെയർ ഡൈ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല കളർ തന്നെയല്ലായിരിക്കും കൂടുതൽ കെമിക്കൽസ് ഉള്ളത്. കുറച്ച് നേരം നമ്മൾ തലയിൽ ഇട്ടിരിക്കുന്നതിന് കെമിക്കൽസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പം ഇതെല്ലാം അവർ എഴുതിയിട്ടുണ്ട്. ചെറിയ രീതിയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്, എത്തനോൾ, സോഡിയം ലോറത്ത്, അങ്ങനെ എന്തൊക്കെയോ കുറച്ച് കെമിക്കൽസ് ഉണ്ടെന്ന് അവർ അടിയിൽ ചെറിയ അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇത് ഡാർക്ക് ബ്രൗൺ ആണ്, നമ്പർ 3.0. പെർമനൻറ്റ് കളർ എന്നാണ് എഴുതിയിരിക്കുന്നത്. നാച്ചുറൽ കളർ റിസൾട്ട്, പെർഫെക്റ്റ് ഗ്രേ കവറേജ്, 90% ഗ്രേ കവറേജ് ഉണ്ട് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഒരു പാച്ച് ടെസ്റ്റ് ഒരു 48 അവേഴ്സ് മുന്നെയോ 24 അവേഴ്സിന് മുമ്പെയോ എടുക്കണം. പിന്നെ ഇത് ഉണ്ടാക്കിയിരിക്കുന്ന ഓട്ട് മിൽക്ക്, സോയി പ്രോട്ടീൻ, അർഗൻ ഓയിൽ ഇതെല്ലാം ഇതിലുണ്ട് എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. നമ്മൾ ഇത് മുടി നനച്ചിട്ടല്ല തേക്കാനുള്ള, തലേന്ന് നല്ലോണം ഷാമ്പു വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഉണങ്ങിക്കഴിഞ്ഞ് പിറ്റേന്ന് നമുക്ക് ഹെയർ ഡൈ ചെയ്യാം. ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് ഒരു ട്യൂബ് കളർ ക്രീം, ഒരു ഡെവലപ്പർ ഒരു ബോട്ടിലിൽ, ഒരു നറിഷിങ് കണ്ടീഷണർ ഒരു ചെറിയ സാഷെ, ഒരു പെയർ ഓഫ് ഗ്ലൗസ്, പിന്നെ ഇൻസ്ട്രക്ഷൻസ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറെ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല. ഇത് ജർമ്മനി, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, തായ്ലൻഡ് അവിടെ നിന്നൊക്കെ ഇത് മാനുഫാക്ചറിങ് ആയിരിക്കണം അവർ പറഞ്ഞിരിക്കുന്നത്. മാർക്കറ്റ് ഇമ്പോർട്ടഡ് ആണ്. ഇത് ഫോറിൻ ബ്രാൻഡാണ്, ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അവർ. അപ്പം ഇതിൽ എന്തൊക്കെയുണ്ടെന്ന് ന്യൂ ഫോർമുല എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണോ ഉള്ളതെന്നും നമുക്കൊന്ന് നോക്കാം. ഇത് ഡെവലപ്പറാണ്. ഇതിൽ കുറച്ചേ ഉള്ളൂ, 60 ml ഡെവലപ്പർ. ബാക്കി സ്പേസ് അവരെ വിട്ടിരിക്കുന്ന എന്തെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ തുറന്നതിന് ശേഷം ഈ ട്യൂബിലുള്ള ഇത് കളർ ക്രീമാണ്. ഇത് മുഴുവൻ ഇതിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എന്നിട്ട് വേണം തലയിൽ തേക്കാനായിട്ട്. ഇപ്പോൾ ഒത്തിരി മുടിയുള്ളവർക്ക് അങ്ങനെ തേക്കാം. ഇല്ല എങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു പകുതി എടുത്ത് ഇതിൻ്റെ പകുതി ഒരു ബൗളിലും എടുത്ത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബ്രഷ് വെച്ചും അടിക്കാം. പിന്നെ ഒരു ഗ്ലൗസ് ഉണ്ട്, ഒരു പെയർ ഓഫ് കയ്യിലൊന്നും ആകാതിരിക്കാൻ ഗ്ലൗസ് ഉണ്ട്. പിന്നെ ഒരു കണ്ടീഷണറുണ്ട്. പിന്നെ നമ്മളെപ്പോഴും ഡാർക്ക് കളർ കറുപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കവർ ചെയ്യുന്ന രീതിയിലുള്ള ടവലോ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സെല്ലാം ആകും. അപ്പോൾ അതെല്ലാം കെയർഫുള്ളായിട്ട് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ആപ്ലിക്കേഷൻ ഞാൻ കുറച്ച് കാണിച്ചു തരാം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്, പകുതി കളറും പകുതി ഡെവലപ്പറും. കാരണം ഇത് ഫിനിഷ് ചെയ്തിട്ട് ബാക്കി പകുതി വേണമെങ്കിൽ എടുക്കാം. പകുതി ട്യൂബിൽ നിന്ന് ഞാൻ ഇതിലോട്ടൊഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യും. അതിന് മുമ്പേ ഞാൻ ഗ്ലൗസും ഇടും. അപ്പം നമ്മൾ എങ്ങനെയാണ് പെട്ടെന്നൊന്ന് അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ കാണിച്ചു തരാം. നമ്മളൊരു ഹെയർ കളർ ചെയ്യുമ്പം എപ്പോഴും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഇട്ടോളണം, ഇല്ലെങ്കിൽ കളർ പിടിക്കത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ നമ്മൾക്ക് കുറച്ച് സമയം വേണം ഇടാനായിട്ട്. എന്നിരുന്നാൽ പോലും കഴിവിൻ്റെ പരമാവധി പെട്ടെന്ന് ഇടും. നല്ലോണം മിക്സ് ചെയ്യുക. ഇതിനൊരു സ്മെല്ലുണ്ട്. ആദ്യം നമ്മൾ മുടി ഇവിടെ നിന്നൊരു ലൈൻ എടുത്ത് സെപ്പറേറ്റ് ചെയ്യുക. രണ്ടിടത്തുനിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് വെച്ചാൽ എളുപ്പമായിരിക്കും. ആദ്യം ഫ്രണ്ട് സൈഡ് ഒന്ന് ചെയ്തതിന് ശേഷം ഈ ഹെയർ ലൈൻസ് ഇവിടെയൊക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് പോവുക. കാരണം ഇവിടെയാണല്ലോ നമുക്ക് എപ്പോഴും വിസിബിൾ ആയിട്ടുള്ള ഭാഗം. അപ്പോൾ ആദ്യം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ആദ്യം ഈ ഭാഗത്ത് ചെയ്തതിന് ശേഷം ബാക്കിലോട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാം.
ഇങ്ങനെ ഒരു വശം ഇവിടെ ഭാഗം മുഴുവൻ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ വശം തുടങ്ങുക, പിന്നെ ബാക്ക് സൈഡ് തുടങ്ങുക, അടിഭാഗം തുടങ്ങുക. അപ്പോൾ ആദ്യം അടിഭാഗത്തും കൂടെ അടിച്ചു വെച്ചാൽ നന്നായിരിക്കും. പിന്നെ ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു 30-35 മിനിറ്റ്സ് കഴിഞ്ഞ് വാഷ് ചെയ്തതിന് ശേഷം കാണിച്ചു തരാം റിസൾട്ട്. ഓക്കെ, അങ്ങനെ ഞാൻ മുഴുവൻ ഇട്ട് കഴിഞ്ഞു. 1/2 ട്യൂബേ എടുത്തിട്ടുള്ളൂ. ഞാൻ മുടിയിലൊന്നും ഇട്ടില്ല, ഈ സ്കാൽപ്പിൻ്റെ ഭാഗത്ത് മാത്രമാണ് ഇട്ടത്. ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫിംഗർ ടിപ്സ് കൊണ്ട് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്യണം, ബാക്കിലും എല്ലാം സ്പ്രെഡ് ചെയ്യണം. അപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബാക്കൊന്നും നേരെ കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പം നല്ല രീതിയിൽ അത് എല്ലായിടവും സ്പ്രെഡാവും. സ്പ്രെഡായതിന് ശേഷം ഒരു 30-35 മിനിറ്റ്സ് വരെ, 30 മിനിറ്റ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 30 മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇട്ട് തീർന്നതിന് ശേഷമാണ് 30 മിനിറ്റ്സ്. ഓക്കെ, അല്ല ഇടാൻ തുടങ്ങുമ്പോഴേ ഉള്ള മിനിറ്റ്സ് കൂട്ടരുത്. പിന്നെ മൈൽഡായിട്ടുള്ള ഷാമ്പു ഉണ്ടെങ്കിൽ അത് വെച്ച് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം അവർ തന്നിരിക്കുന്ന കണ്ടീഷണറും യൂസ് ചെയ്യാം. കണ്ടീഷണർ ഇച്ചിരി കൂടുതലുണ്ട്, അപ്പോൾ അതും ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്കിനി ബാക്കി ഹാഫ് നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ വാഷ് ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. പിന്നെ നമ്മുടെ നെറ്റിയുടെ ഭാഗം ഒന്നും ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ കുറച്ച് വാസ്ലിനോ മോയ്സ്ചറൈസറോ എല്ലാം ഈ ഹെയർ ലൈൻസിൻ്റെ അവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ ഒന്നും കറുപ്പ് പിടിക്കത്തില്ല. വെറ്റ് ടിഷ്യൂ വല്ലതും ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മുടെ ചെവിയിലൊക്കെ ആകുന്ന ഭാഗം ഒന്ന് തുടയ്ക്കുക. പിന്നെ പഞ്ഞിയായാലും മതി, കോട്ടൺ ആയാലും മതി, അത് വെച്ചൊന്ന് തുടയ്ക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടാൽ മതി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രയർ വെച്ച് മുടിയെല്ലാം ഉണക്കി. ഇപ്പം കണ്ടോ, മുഴുവൻ നരയും മറഞ്ഞു. ഒരുപാട് നരയായിരുന്നു, കാരണം ഞാൻ അടിക്കടി ഹെയർ ഡൈ ചെയ്യാറില്ല. അപ്പം ഞാനൊരു മാസത്തിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം ചെയ്യത്തുള്ളൂ. കണ്ടോ, മുഴുവൻ ഗ്രേ ഹെയറും മറഞ്ഞു. ഇപ്പോൾ ഞാനൊരു 35 മിനിറ്റ്സ് ഇട്ടു. 35 മിനിറ്റ്സ് ഇട്ടതിന് ശേഷമാണ് ഞാൻ വാഷ് ചെയ്തത്. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 600 രൂപ, 550-600 ഇടയ്ക്കുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചൊക്കെ ഇവിടെ ഈ റൂട്ട്സിൽ മാത്രമാണെങ്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്യാം. എനിക്ക് പകുതിയോളം ഇരിപ്പുണ്ട്. നല്ലോണം ഗ്രേ ഹെയർ എല്ലാം പോയി. ഇപ്പം നല്ല ഭംഗിയായിട്ട് മുടി ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടമാണെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം.